കോഴിക്കോട് ഏലത്തൂരിൽ ഡ്രഡ്ജിംഗിന്റെ മറവിൽ വ്യാപക മണൽ കടത്തെന്ന് പരാതി. ഡ്രഡ്ജിംഗ് കരാർ ഏറ്റെടുത്ത കമ്പനി ഇതിനോടകം 30 കോടി രൂപയുടെ മണൽ കടത്തിയതായാണ് നാട്ടുകാരുടെ ആരോപണം. ഡ്രഡ്ജിംഗിന് കുഴിയെടുത്തിടങ്ങളിൽ അശാസ്ത്രീയമായി കോൺക്രീറ്റ് വേസ്റ്റുകൾ നിറയ്ക്കുന്നതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ നീക്കം. ഇത് 7 മാസത്തോളമായി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് മണൽ കടത്തിക്കൊണ്ടുപോകുന്നുള്ളതാണ്. ടൺ കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മണൽ കൊള്ളയാണ് നടക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മണൽ കൊള്ളയാണിത്. ഏഴു മാസം മുൻപാണ് ഏലത്തൂർ കടപ്പുറത്തോടും കോരപ്പുഴയോടും ചേർന്ന ഭാഗങ്ങളിൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 3.5 മീറ്റർ ആഴത്തിലും 100-140 വീതിയിലും അഴിമുഖത്ത് നിന്ന് കിഴക്കോട്ട് 1600 മീറ്റർ നീളത്തിലുമാണ് ഡ്രിഡ്ജിംഗ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ കരാർ ഏറ്റെടുത്ത കമ്പനി ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഡ്രിഡ്ജിംഗ് നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സർക്കാർ ഉത്തരവ് പ്രകാരം ഇതിൻ്റെ കോരപ്പുഴ പാലം മുതൽക്ക് റെയിൽവേ പാലം മുതൽക്ക് അഴിമുഖത്തേക്കാണ് ഇവിടെ ഓർഡർ ഉള്ളത്. അതിൽ 10 ഹെക്ടർ ഭൂമി എന്ന് വെച്ചാൽ 24.7 ഏക്കർ ഇതിലേക്ക് ഡ്രഡ്ജ് ചെയ്യാനുള്ള ഓർഡറാണുള്ളത്. എന്നാൽ അതിനെല്ലാം മറികടന്നിട്ടാണ് ഇവിടെ സാധാരണ കിടക്കുന്ന ഈ മണൽ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നത്. മണലെടുത്ത ഭാഗങ്ങളിൽ കുഴികളിൽ അശാസ്ത്രീയമായി വേസ്റ്റ് കോൺക്രീറ്റ് നിറച്ചിരിക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് കരാർ കമ്പനി മറ്റിടങ്ങളിലേക്ക് മണൽ ലോറിയിലാക്കി കൊണ്ടുപോയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ചേർന്ന് ലോറികൾ തടയുകയും പ്രതിഷേധമായി രംഗത്തു വരികയും ചെയ്തു. പ്രദേശവാസികൾ ചേർന്ന് ഡ്രിഡ്ജിംഗ് തടഞ്ഞതിന് പിന്നാലെ പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ ഭീഷണിപ്പെടുത്തിയതായും പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് തടഞ്ഞ സമയത്ത് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തടയാനുള്ള അധികാരമൊന്നുമില്ല, ഇത് കോടതി അനുവദിച്ചതാണ്. കോടതി ഇവിടുന്ന് മണൽ കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് തടയാനൊന്നുമില്ല. അഥവാ നിങ്ങൾ ആരെങ്കിലും ഇത് തടയുകയാണെങ്കിൽ നിങ്ങൾ ഈ കുഴിയിൽ തന്നെ ഇട്ട് നിങ്ങളെയും പൂത്തുന്നാണ് ഈ ഒരു CI നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. ഏലത്തൂർ CI ആണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. ഇതിനോടകം ഈ പ്രദേശങ്ങളിൽ നിന്ന് 30 കോടിയിലധികം വില വരുന്ന മണൽ കടത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഡ്രിഡ്ജിംഗ് നടത്തുന്നതെന്നും അതിൽ നിയമപ്രകാരമാണ് പോലീസ് ഇടപെട്ടതെന്നും ഏലത്തൂർ പോലീസ് വ്യക്തമാക്കി. അധികാരികളുടെ മൂക്കിൻ തുമ്പിൽ വെച്ചാണ് ഇത്രയും വലിയ അനാസ്ഥ ഇവിടെ നടക്കുന്നത്. ഏലത്തൂർ ബീച്ചിൽ ഡ്രഡ്ജിങ്ങിന്റെ പേരിൽ കോടിക്കണക്കിന് വില വരുന്ന മണലാണ് ഇവിടുന്ന് കടത്തുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ മണൽക്കടത്ത് മാഫിയ രൂക്ഷമാവുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ട് പോലും പരിഹാരമുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ നിതീഷിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.